Dr. N.K. Mohammed Memorial, MES Central School, Valancheri. Admissions for 2025-26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state-of-art labs. And for our tiny tots, our innovative House of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. എടയൂർ ചുണ്ടയിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത് ലക്ഷങ്ങളുടെ അഴിമതിയെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. വ്യക്തി താൽപര്യം മാത്രം മുൻനിർത്തി പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്ന എടയൂർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തുടർ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനമെന്നും സമരത്തിലൂടെ പഞ്ചായത്ത് നടത്തിയ അഴിമതി തുറന്നുകാട്ടുമെന്നും വിജിലൻസിന് പരാതി നൽകുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടയൂർ പഞ്ചായത്തിലെ അത്തിപ്പറ്റ പഴയ ചന്തയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ചുണ്ടയിൽ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നുവരികയാണ്. പ്ലാന്റിന്റെ അശാസ്ത്രീയ പ്രവൃത്തി കാരണം ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമാണ് പ്രദേശവാസികൾ നേരിടുന്നത്. ഇതിനെതിരായി പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ യോഗം ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിരുന്നു. വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടന്നിരുന്നു. മാർച്ചിന് ശേഷം നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പു നൽകിയിരുന്നെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ സമ്മർദ്ദം കാരണം പഞ്ചായത്ത് തീരുമാനത്തിൽ നിന്ന് പിൻവലിയുകയാണുണ്ടായതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചതു മുതൽ 4 വർഷമായി പ്രദേശത്തെ ജനങ്ങൾ ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. യൂസർ ഫീ ഇനത്തിൽ പഞ്ചായത്തിന് ലഭ്യമാക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ചിട്ടും UDF ഭരണസമിതി വർഷം തോറും ലൈസൻസ് പുതുക്കി നൽകുകയാണുണ്ടായത്. വലിയ അഴിമതിയാണ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് പ്ലാന്റ് ഉടമസ്ഥന് അനുകൂലമായി നടത്തിയിട്ടുള്ളതെന്നും ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതായി കാണിക്കുന്ന പ്ലാന്റിന് കൃഷി വകുപ്പിന്റെ അനുമതി ഇല്ല എന്നുള്ളത് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഇത്തരം വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി 21 ചേർന്ന ഭരണസമിതി യോഗത്തിൽ LDFന്റെ 8 അംഗങ്ങൾ ചേർന്ന് ഇതിനെതിരായി നിവേദനം സമർപ്പിക്കുകയും അതിന്മേൽ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ UDF അംഗങ്ങൾ ഒന്നടങ്കം അനധികൃത പ്ലാന്റിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഇതിൽ പ്രതിഷേധിച്ച് LDF വാർഡംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പഞ്ചായത്തിന്റെ ഒത്താശയോടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് സ്ഥാപന ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും ഈ നീക്കത്തെ തടയാൻ ആക്ഷൻ കൗൺസിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PM മോഹനൻ, കൺവീനർ അസ്കർ അലി തോട്ടേത്തൊടി, രക്ഷാധികാരികളായ KK രാജീവ്, KA സക്കീർ, VP റംല എന്നിവർ പങ്കെടുത്തു. പ്രവർത്തിക്കാൻ അർഹതയില്ല എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അതുകൊണ്ട് ആ പ്ലാന്റിന് പ്രവർത്തനാനുമതി റദ്ദ് ചെയ്യണം, അവരെ കൊണ്ട് ആ പണം അടപ്പിക്കണം. പ്രവർത്തിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഉള്ള പ്രയാസം അകറ്റിക്കൊണ്ട് സ്ഥലം മാറ്റി പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നതാണ് നമ്മുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഇന്ന് ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം ചേർന്നിരുന്നു. ആ ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗത്തിനകത്ത് ഇന്ന് അത് അജണ്ട, പരാതികൾ സംബന്ധിച്ച അജണ്ട ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് 1 മാസമായിട്ട് വിഷയം ഉണ്ടായിട്ട് പോലും പല വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി, വിഷയങ്ങളുണ്ടായി, സ്ഥലത്തെ ക്രമസമാധാന പ്രശ്നം അടക്കമുണ്ടാവുന്ന നിലയുണ്ടായിട്ട് അതിനകത്ത് ഞങ്ങളുടെ ഡിമാൻഡ് വെച്ചത് ഒന്ന്, ഇതിൻ്റെ പ്രവർത്തനാനുമതി റദ്ദ് ചെയ്യണം. ഈ മാർച്ച് 31 അതിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി, ലൈസൻസ് പുതുക്കരുത്. അതോടൊപ്പം ഈ 5 ലക്ഷത്തി ചില്ലാൻ രൂപ പലിശ സഹിതം ഈടാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. ഈ 3 കാര്യമാണ് ഞങ്ങൾ ഇന്ന് ബോർഡിനകത്ത് ആവശ്യപ്പെട്ട LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ അത് അംഗീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ പൈസ അടപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനും ഈ പ്ലാനിൻ്റെ ലൈസൻസ് പുതുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതോടൊപ്പം ഇനി അത് പ്രവർത്തിക്കണമെങ്കിൽ ജനങ്ങൾക്ക് ദുരിതമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ സ്ഥലം മാറ്റി പ്രവർത്തിക്കാൻ ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനും തീരുമാനമില്ല. ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുണ്ട്. പഞ്ചായത്തിന് അറിയിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. സ്ഥലം ജനപ്രതിനിധികൾ വേറെയുണ്ട്, അവരാരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല.
അപ്പൊ അവിടുത്തെ ജനങ്ങള് നേരിട്ട് സംഘടിക്കുകയും വിപുലമായ തോതിൽ ജനകീയ കൺവെൻഷൻ നടത്തുകയും പത്രവാർത്തകൾ വരുത്തുകയും മറ്റ് ദൃശ്യമാധ്യമങ്ങളില് വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിന്റെ തലേ ദിവസം ഇങ്ങനെ ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തില് പഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തുന്നുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. 5-ാം തീയതി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് പഞ്ചായത്ത് അറിഞ്ഞില്ല, ഞങ്ങൾ ഇത് അറിയാത്തൊരു പ്രശ്നമാണെങ്കിൽ ഓക്കെ. ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം അവര് കൈകാര്യം ചെയ്തത് വളരെ ലളിതായിട്ടാണ്. ജനങ്ങളുടെ ജീവനല്ല പ്രശ്നം. അന്വേഷിച്ചിട്ടാണോ ഈ ലൈസൻസ് പുതുക്കി കൊടുത്തിട്ടുള്ളത്? ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു 20 പൈസ എന്നുള്ളത്. അതിനകത്തൊരു ആശങ്ക ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ 20 പൈസയാണെന്ന് പറഞ്ഞു. ഈ 20 പൈസ പ്രകാരം 5 ലക്ഷത്തി സംതിങ് റുപ്യ എന്ന് അവർ പറയുന്നത് എന്ത് മാനദണ്ഡത്തിലാണ്, എങ്ങനെയാണ് അത് അവരെത്തിയത്, അനലൈസ് ചെയ്തത്? 1500 കിലോ അവർക്കത് സംസ്കരിക്കാനാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചായത്തും. ഈ 1500 നിവേദനം സമർപ്പിക്കുന്നു ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ. ആ ജനകീയ മാർച്ച് എടുക്കുന്നതിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ജനങ്ങളെ പൂർണ്ണമായും കേട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ നിവേദനമാണ് പഞ്ചായത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാലതാമസത്തോടെ വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ പ്രദേശത്തെ ജനപ്രതിനിധി ഈ പറയപ്പെട്ട ആക്ഷൻ കൗൺസിലിലേക്ക് അതിന്റെ ബന്ധപ്പെട്ട പ്രദേശവാസികൾ നേരിട്ട് ആ ജനപ്രതിനിധിയെ 7-ാം വാർഡിന്റെയും 6-ാം വാർഡിന്റെയും അടക്കമുള്ള ജനപ്രതിനിധികളെ അവിടേക്ക് ക്ഷണിച്ചതാണ്. ആക്ഷൻ കൗൺസിൽ യോഗം ചെയ്യുന്നിടത്തേക്ക് 350 ആളുകളാണ് ആക്ഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തത്. അവിടെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ ആളുകളും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ആ ജനപ്രതിനിധി അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തില്ല. ഈ 6-ാം തീയതി ഈ പറയപ്പെട്ട നിവേദനം സമർപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഈ പറയപ്പെട്ട പ്ലാന്റിന് എതിരാണ്. പക്ഷെ പ്ലാന്റിനെതിരായിട്ട് പോലും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തയ്യാറായില്ല. മാത്രവുമല്ല, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം അവിടെ വേറെ നിലനിൽക്കുന്നുണ്ട്. എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ പറയപ്പെട്ട സമരം നടന്ന് 1 മാസം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഈ സമയം വരെ ഈ ആക്ഷൻ കൗൺസിലിനെ കേൾക്കാൻ, ഈ പ്രദേശത്തെ ജനങ്ങളെ കേൾക്കാൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിച്ചു വരുത്താനോ പറയപ്പെട്ട പ്രദേശം സന്ദർശിക്കുന്നതിനോ ഇവർ തയ്യാറായിട്ടില്ല.